ബംഗളൂരു സ്റ്റേഡിയം ദുരന്തത്തിൽ സിദ്ധരാമയ്യ സർക്കാരിനെ കുടഞ്ഞ് കർണാടക ഹൈക്കോടതി. ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. പരിപാടി സർക്കാർ കൈകാര്യം ചെയ്ത രീതിയെയും കോടതി വിമർശിച്ചു. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ബംഗളൂരു സ്റ്റേഡിയം ദുരന്തത്തിൽ എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്ന്, കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്? രോഹിണി, സുപ്രധാനമായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്, അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല എന്ന പ്രധാന നിരീക്ഷണം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വമേധയാ എടുത്ത കേസിൻ്റെ വാദം കേൾക്കുന്നതിനിടെയാണ് ഏറ്റവും സുപ്രധാനമായൊരു നിരീക്ഷണം നടത്തിയത്. മാത്രമല്ല, വീണ്ടും വിചാരമില്ലാത്ത രീതിയിലൊരു ഇടപെടലുണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന ഒരു നിലപാടും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് 9 ചോദ്യങ്ങൾ വളരെ കൃത്യമായി കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊച്ചുകുട്ടി ഉൾപ്പെടെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഗൗരവമേറിയ നിരീക്ഷണത്തിനും ചർച്ചകൾക്കും ഹൈക്കോടതി ഈ കാര്യം സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്തത്. ഏറ്റവും സുപ്രധാനമായും 9 ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ആഘോഷം നടത്താൻ, അതായത് ഈ ക്രിക്കറ്റിലെ വിജയികളായവരെ ആദരിക്കുന്നതിന് വേണ്ടി ഈ ആഘോഷം നടത്താൻ അനുമതി ആരെ എപ്പോൾ എവിടെ വെച്ച് നൽകിയെന്ന ഏറ്റവും സുപ്രധാനമായൊരു ചോദ്യമാണ്. അതിന് കൃത്യമായൊരു ഉത്തരം, അതായത് അനുമതി നൽകേണ്ട അതോറിറ്റികളുടെ ഭാഗത്തു നിന്ന് അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടാവുകയോ അവിടെ നിരീക്ഷിക്കുകയോ, ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന പ്രദേശം കൃത്യമായി പോലീസും മറ്റ് സംവിധാനങ്ങളും നിരീക്ഷിച്ച് അനുമതി നൽകിയത് സംബന്ധിച്ച വിവരങ്ങൾ, അതിൻ്റെ രേഖകൾ ഉൾപ്പെടുന്ന ഫയലുകളിലെ ആധികാരിക വിവരങ്ങളാണ് കോടതി ആരാഞ്ഞിരിക്കുന്നത്. അത് ആരാണ് ഈ തീരുമാനം എടുത്തത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരുത്തണം. എവിടെ വെച്ച് ആര് ഈ തീരുമാനമെടുത്തു എന്ന ഒരു ചോദ്യമുണ്ട്. അത് ഏതെങ്കിലും യോഗം നടത്തിയ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾക്ക് ശേഷമാണോ? അത്തരത്തിലുള്ള വിവരങ്ങളാണ് ആ ചോദ്യം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് എന്ത് സംവിധാനമാണ്, ഇത്രയും വലിയൊരു ജനക്കൂട്ടം വന്ന് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഗതാഗത നിയന്ത്രണത്തിന് എന്ത് സംവിധാനമാണ് ഒരുക്കിയിരുന്നത് എന്നും ഈ ഹൈക്കോടതിയുടെ ചോദ്യങ്ങളിൽ ഏറ്റവും രണ്ടാമത്തെ ചോദ്യമായി ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിക്കും തിരക്കും കുറയ്ക്കുന്നതിന്, അല്ലെങ്കിൽ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന്, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് ഏത് രീതിയിലുള്ള മുൻകരുതലുകളാണ് എടുത്തത് എന്നും കൃത്യമായി കോടതി ചോദിക്കുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. പല ഈ പ്രോഗ്രാമുകളും, വരും ജനക്കൂട്ടം വരുന്ന പ്രോഗ്രാമുകളിൽ ജനക്കൂട്ടം എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അവർക്ക് കൃത്യമായി നിൽക്കാനുള്ളൊരു പ്രദേശം ഉണ്ടാക്കുകയും അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടാക്കുന്ന രീതികളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും കൃത്യമായി നിയന്ത്രണത്തോടെ ജനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നതിന് ബാരിക്കേഡുകൾ നിർമ്മിക്കുക, അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരു മോബ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മോബ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി എന്തെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ നടത്തിയിരുന്നോ എന്ന ഏറ്റവും സുപ്രധാനമായൊരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ആ പ്രദേശത്ത് നമുക്കറിയാവുന്നതാണ്, വലിയ ഗ്യാതറിങ്ങുകൾ ഉണ്ടാകുമ്പോൾ, വലിയ രീതിയിലുള്ള ജനക്കൂട്ടമുണ്ടാകുന്ന പരിപാടികളുടെ ആ പ്രദേശത്ത് തന്നെ അടിയന്തര ആവശ്യങ്ങൾക്കായി ആംബുലൻസും ചെറിയ മെഡിക്കൽ സൗകര്യങ്ങളും ഉണ്ടാകും. പ്രഥമ ശുശ്രൂഷ നൽകിയതിന് ശേഷം അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് ഒട്ടും താമസം വരാതിരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കും. ആംബുലൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ സേവനം ചില സാഹചര്യങ്ങളുണ്ടായിരിക്കും. അത്തരത്തിലുള്ള പല സംവിധാനങ്ങളും, അതായത് ഗതാഗതം കാര്യക്ഷമമായി നടത്താൻ പറ്റാത്ത, വാഹനം വന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു സാഹചര്യമുള്ള പ്രദേശത്ത് ഒരു വാഹനം, ആംബുലൻസ് പോലുള്ള വാഹനം തയ്യാറാക്കി നിർത്തി, ആ തയ്യാറായി നിർത്തിയ വാഹനത്തിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ആളുകളെ പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് പ്രധാനമായും ചോദിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നത്, എത്ര പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ എന്നാണ്. അതായത് ഒരു പൊതു കണക്കുകൾ ലഭ്യമാകാറുണ്ട്, അതായത് പോലീസിനൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് പൊതു കണക്കുകൾ ലഭ്യമാകും. അത് വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്രയും ജനം വരാനുള്ളൊരു സാധ്യതയുണ്ട്. സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമുള്ള ഒരു പോലീസ് പ്ലാനിങ്ങും, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള നിവാരണ സംവിധാനങ്ങളുടെ ഒരു പ്ലാനിങ്ങിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കും. അത്തരത്തിൽ എന്തെങ്കിലും സംവിധാനം ഒരുക്കി ഏതെങ്കിലും രീതിയിലുള്ള കണക്കുകൾ ഇവിടെ വരുന്ന ആളുകളെക്കുറിച്ചുണ്ടോ, അല്ലെങ്കിൽ ആ ആളുകളെ സംബന്ധിച്ച് ഒരു മുന്നൊരുക്കങ്ങൾ, അവർ എത്ര പേര് വരുമെന്ന പ്രതീക്ഷയിൽ ഒരു മുന്നൊരുക്കം നടത്തിയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യവും കൃത്യമായി ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിക്കേറ്റവർക്ക്, ഈ തിരക്കിലും പെട്ട് പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് കാലതാമസം ഉണ്ടായത് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെടുന്നുണ്ട്.
മാത്രമല്ല ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനുണ്ടായ സമയദൈർഘ്യം ഏതെങ്കിലും കാലതാമസം ഉണ്ടായെങ്കിൽ അതിനുള്ള കാരണവും വിശദീകരിക്കണമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഏതെങ്കിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല ഈ മോബ് മാനേജ്മെൻറ്റുകളായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു പ്രോട്ടോക്കോളിൻ്റെയോ ഒരു സംവിധാനത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള SOPs എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നും കോടതി വളരെ സ്പെസിഫിക് ആയി തന്നെ ചോദിക്കുന്നുണ്ട്. 50,000-ലേറെ പേർ കൂടിയ ഒരു ആൾക്കൂട്ടമാണ് ഉണ്ടായത് എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കെ അത്തരം എന്തെങ്കിലും നടപടികൾ 50,000-ലേറെ പേർ കൂടുമ്പോൾ അവർക്ക് കൃത്യമായും ഒരു സുരക്ഷ ഒരുക്കുന്നതിനെയും തിക്കും തിരക്കും ഈ തരത്തിലുള്ള തിക്കും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും കൃത്യമായി കോടതി ചോദിക്കുന്നുണ്ട്. ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു ചോദ്യം കോടതി ചോദിച്ചത് ഈ പരിപാടിക്ക് അംഗീകാരം നിയമപരമായി അനുമതി നൽകിയിരുന്നു എന്നാണ്. ഈ 9 ചോദ്യങ്ങളും നമുക്ക് വായിച്ചു നോക്കുമ്പോൾ, അതായത് അവസാനത്തെ ചോദ്യം നിയമപരമായ അംഗീകാരം അതല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിരീക്ഷണം നടത്തിയതിന് ശേഷം ആവശ്യമെങ്കിൽ മജിസ്ട്രീരിയൽ തലത്തിലൊക്കെ അനുമതി നൽകേണ്ട പല പരിപാടികളുമുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളിൽ ഏതെങ്കിലും അനുമതി നൽകിയത് അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു റിപ്പോർട്ടിൽ, അതായത് പ്രഥമ വിവര റിപ്പോർട്ടിൽ തന്നെ അല്ലെങ്കിൽ പ്രാഥമികമായി പോലീസ് നൽകുന്ന റിപ്പോർട്ടിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും. ഇന്ന ദിവസം ഇന്ന സ്ഥലത്താണ് ഈ പരിപാടികൾ നടന്നത്, പരിപാടി നടത്താനുള്ള അനുമതി ഈ സംവിധാനമാണ് നൽകിയത്, ഇതിന് മുന്നൊരുക്കങ്ങൾ ഇത്രയായിരുന്നു, എന്നിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന രീതിയിലായിരിക്കും പോലീസ് റിപ്പോർട്ടുകൾ വരിക. ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുവെങ്കിൽ ഈ സംവിധാനങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഗൗരവമേറിയൊരു പ്രശ്നം നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർത്തും ഒരു ദുരന്ത നിവാരണത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രം തയ്യാറെടുക്കേണ്ട സംവിധാനങ്ങൾ മുഴുവനും ഈ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടു എന്നാണ് ഈ ചോദ്യങ്ങൾ, ഈ അവ്യക്തത കോടതിക്ക് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ശരിയായി. എന്തായാലും ബംഗളൂരു സ്റ്റേഡിയം ദുരന്തത്തിൽ സിദ്ധരാമയ്യ സർക്കാരിനെ കുടഞ്ഞു തന്നെയാണ് കർണാടക ഹൈക്കോടതി ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്.